ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഡക്ക് കറി ഉണ്ടാക്കാനായിട്ടാണ്. ഇതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഇട്ട് നല്ലതായിട്ട് വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി അതിനുശേഷം 3 സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും വഴറ്റി എടുത്തു. ഇനിയും ഒരു ഡിഫറൻറ്റ് എരിവുള്ള ഒരു താറാവ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി ഒരു 2-3 സ്പൂണ്, നമ്മുടെ അളവിനനുസരിച്ച് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒരു തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അത് നല്ലതായിട്ട് യോജിപ്പിച്ച് വെക്കണം. തീ ഇച്ചിരി കുറച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മീറ്റ് മസാല അത് ഒരു 2-2.5 സ്പൂണ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇന്നലെ തേങ്ങാപ്പാൽ ഒഴിച്ച താറാവ് കറിയാണ് വെച്ചത്. അപ്പം ഒരു താറാവ് മേടിച്ചായിരുന്നു. അപ്പോൾ ഓർത്ത് ഒരു ഡിഫറെൻ്റായിട്ട് വെച്ച് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അടി കഴിയാതെ. ഒരു 1/2 സ്പൂണ് കായപ്പൊടിയുടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കുക. ഒരു കുക്കറിലാണെങ്കിൽ താറാവ് ഉപ്പും മുളകും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഈ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് നല്ലതായിട്ട് ഒന്ന് ഉപ്പും മുളകും ഇട്ട് ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ ഗരം മസാലയും ഇട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടാം. ഇപ്പം ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് നമുക്കൊരു അടപ്പിട്ട് അടച്ച് കുറച്ച് നേരത്തേക്ക് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. ഇതിപ്പോൾ ഒഴിവാക്കി കുറച്ച് വെള്ളമൊക്കെ തട്ടി വന്നിട്ട് ഇതിലൊക്കെ നമ്മൾ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങനെ നമ്മുടെ താറാവ് കറി നല്ലതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കറി റെഡി. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഇത് കഴിക്കാവുന്നതാണ്.